ഹായ്, ഞാൻ അബിത റഷീദ്. എല്ലാവർക്കും മാസ്റ്റർ ക്ലാസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പണ്ട് കാലത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പൊതിച്ചോറ്. ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? അതിലെല്ലാം അടങ്ങിയിരിക്കും ആ ഒരാൾക്ക് കഴിക്കാനുള്ള. അത് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് തിന്നു കഴിഞ്ഞാൽ വായൻ്റെ ഇലയും പേപ്പറും അത് ഡിസ്പോസ് ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ മാത്രമല്ല, ഇത് പൊതിയുന്ന സമയത്തുണ്ടല്ലോ, ആ ഇല വാടി ആ ചൂടുള്ള ചോറിലേക്ക് അത് മേർജ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത ഫ്ലേവറാണ്. നമ്മൾ നോർമലി ഇത് കൂടുതൽ നമ്മളിത് ഉണ്ടാക്കുക, എല്ലാവരും കൂടി ഞങ്ങളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇൻഡിവിജ്വലി എല്ലാവർക്കും ഓരോരോരോ പൊതിയാ തരിക. അല്ലെങ്കിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കാണാൻ ഇങ്ങനെ ടിഫിൻ ക്യാരിയർ ഒന്ന് തുറന്നു വെച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ പാക്കിങ്ങിൽ ഇത് കിട്ടുന്ന സമയത്ത് അത് കഴിക്കാനുള്ള ഒരു സൗകര്യം. അപ്പോൾ ഇന്ന് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പഠിക്കുക. അത് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കാം, മട്ടൺ കൊണ്ട് ഉണ്ടാക്കാം, ഈവൻ ബീഫ് ഓൾസോ. അപ്പോൾ അതിൻ്റെ മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തരാം. ലെറ്റ്സ് സീ ഹൗ ടു മേക്ക് പൊതിച്ചോറ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ചിക്കന് ഇവിടെ നമ്മളെവിടെയൊക്കെ ചെറിയ സ്പ്രിങ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതാണ് ബ്രോയിലർ അധികം വലുതാവാത്ത ഒരു ചിക്കനാണ്. ഇത് കുറച്ചും കൂടി ഒരു ബോണി ടെക്സ്ചർ ഉണ്ടാവും. ഈ ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇവിടെയൊക്കെ പറയാം സ്പ്രിങ് ചിക്കൻ എന്നാണ്. ഇനി അതില്ലെങ്കിൽ ബ്രോയിലർ പീസസ് ആയാലും മതി. ഇങ്ങനത്തെ ഒരു ചിക്കൻ ഒരാൾക്ക് 2 പീസ് വെച്ചിട്ട് ഒരു 3 ആൾക്കുള്ള പൊതിച്ചോറായപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ചിക്കൻ ഇടുക. ഇനി നമുക്ക് ഈ ഗ്രേവി കിട്ടണമല്ലോ, കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതിലേക്ക് തന്നെ തക്കാളി മുറിച്ചിടുക. കട്ടിങ് ബോർഡൊന്നും എനിക്ക് ശീലമല്ല, എനിക്ക് കിട്ടിയത് അപ്പോൾ വേഗം കട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. തക്കാളി അങ്ങ് ഉരുകിക്കോളും അതിൽ വന്നിട്ട്. ഒരു പീസിന് ഒരു തക്കാളീൻ്റെ ഗ്രേവി വേണം. പിന്നെ ഈ വല്ലാണ്ട് നാടൻ തക്കാളി എടുക്കരുത്, അതിന് ഭയങ്കര പുളിപ്പ് അധികമായിരിക്കും. ഇത് ചെറിയ ചെറിയ തക്കാളി ആയതുകൊണ്ട് 1-2 വേണ്ടി വരും. ഈ എത്ര തക്കാളി ഉണ്ട്, വേറെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ ഗ്രേവി ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് ഈ തക്കാളിയിൽ തന്നെയാണ്. ആവശ്യമുള്ള തക്കാളി ഇട്ട് ഇതിലേക്ക് കല്ലുപ്പ്, കുറച്ച് കല്ലുപ്പ്. ഇനി കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പ് ഇട്, കല്ലുപ്പാണ് ഏറ്റവും ടേസ്റ്റി. പിന്നെയും വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വേവാനുള്ള വെള്ളം. ഈ ടൊമാറ്റോ വേവുമ്പോൾ ഒരുപാട് വെള്ളം വരും, പക്ഷെ ഒന്ന് അടി പിടിക്കാണ്ടൊക്കെ കുറച്ച് വെള്ളം. അതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാല ഇടാം. ഇത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡ് ഒരു മാറിനേറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഇത് എല്ലാത്തിനും, ചിക്കനും ബീഫിനും മട്ടനും ഒക്കെ എനി പ്രോട്ടീൻ ആവാം, ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്യുക. ജസ്റ്റ് ആഡ് ടൊമാറ്റോസ്, ഉപ്പ്, ഈ മസാല. എരിവിനനുസരിച്ചിട്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. അപ്പം ഞാൻ അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിൽ 1 വിസിൽ. ചിക്കൻ ഇത് ചെറിയ കുട്ടി ചിക്കൻ ആയതുകൊണ്ടാണ് 1 വിസിൽ. മറ്റേ കുറച്ചും കൂടിയും വലിയ ചിക്കൻ പീസസ് ആണെങ്കിൽ ഒരു 2 വിസിൽ വരെ പോവാം. മീൻ വൈൽ നല്ല കറുത്ത ഇങ്ങനത്തെ ചീനച്ചട്ടി. ദിസ് ഇസ് ടോട്ടലി കാസ്റ്റ് അയൺ, ഇറ്റ്സ് നോട്ട് അയൺ. കാസ്റ്റ് അയണിൻ്റെ ചട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമുക്ക് നല്ല സോസി ഗ്രേവി കിട്ടുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡിഷിന് ഓൾവേസ് ഐ പ്രിഫർ ടു യൂസ് ദിസ് കാസ്റ്റ് അയൺ. ഇനി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇത് വരില്ല എന്നല്ല, ആ ഗ്രേവിക്ക് കുറച്ചും കൂടി ആ വിചാരിച്ച ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിൽ. ഐ പ്രിഫർ കോക്കനട്ട് ഓയിൽ. ഇനി കോക്കനട്ട് ഓയിൽ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ചിക്കൻ്റെ പീസസ് ഉണ്ടല്ലോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഓയിൽ ജാസ്തി ഒഴിച്ചിട്ട് ചിക്കൻ്റെ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കറിലെ പ്രഷറെല്ലാം പോയി. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് ഈ പീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചത്. ഈ കോക്കനട്ട് ഓയിലിലേക്ക് ഈ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അല്ല, ഈ വെന്ത ചിക്കനാണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഗ്രേവി ഞങ്ങൾക്കിവിടെ റിസർവിൽ വെക്കാം. ഈ ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഈ ഗ്രേവി യൂസ് ചെയ്യാം. ചിക്കൻ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അത്യാവശ്യം ക്രിസ്പി മതി.
ഒന്ന് ഡ്രൈ ആയാൽ മതി. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയിൽ സാധാരണ ചതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് റെഫ്രിജറേറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ വേറെ തന്നെയായിരിക്കും. അതേ സമയത്ത് വെളുത്തുള്ളിക്കുള്ള ഒരു ആ സ്മെല്ലുണ്ടല്ലോ, അത് പൊട്ടിക്കുമ്പോൾ തന്നെ വരും. ആ പൊട്ടിക്കുമ്പോൾ തന്നെ വരുന്ന വാസനയാണ് നമുക്ക് വേണ്ടത്, അല്ലാണ്ട് ഈ ചത്ത വെളുത്തുള്ളിയുടെ വാസനയല്ല. ഈ നല്ലോണം ഈ വെളുത്തുള്ളി ഭയങ്കര രസമായിരിക്കും, അണ്ടി മാതിരി ഉണ്ടാവും. ചിക്കൻ്റെ ഇടയിലൊക്കെ അത് എടുത്ത് കഴിക്കുമ്പോൾ ആ വെളുത്തുള്ളിയേ തോന്നൂല. അപ്പോൾ ഈ വെളുത്തുള്ളി നല്ലോണം ഒന്ന് ചതിക്കും, ഒന്ന് പൊട്ടിയാൽ മതി, പേസ്റ്റ് ആവണ്ട. വലിയ തോലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഈ കുറച്ച് ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഓയിൽ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഓയിൽ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ പോരാൻ തോന്നും പൊരിക്കാം. ചിക്കൻ ഓൾറെഡി ഫ്രൈഡ് ആണല്ലോ. ഈ ഫ്രഷായിട്ട് നല്ല ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു സ്മെല്ലാണ് അതിൻ്റെ രസം, വെളുത്തുള്ളിയുടെ. ഓക്കെ, ആ എണ്ണയിൽ തന്നെ, ആ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് നല്ല ഫ്രഷായിട്ട് കരിവേപ്പിലയും. കരിവേപ്പിലേൻ്റെ വടിയിൽ ഫ്ലേവർ ഇല്ലേ, ഇലയിൽ മാത്രമാണോ ഫ്ലേവർ? ഞാൻ എപ്പോൾ കുറച്ച് ഇതിൻ്റെ വടിയും ഇടും. ഒന്നാ മൂത്ത പിന്നെ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ, ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കരിവേപ്പിലയും വെളുത്തുള്ളിയും ആ വെളിച്ചെണ്ണയിൽ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വന്ന് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച തക്കാളീൻ്റെ വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ്റെ കൂടെ വന്നേ, അതാണ് നമ്മൾ സോസ്. വേറെ മല്ലിപ്പൊടി, ഉള്ളി ഒന്നും വേണ്ട. ഇതൊരു നല്ല സോസി ആയിട്ട് വറ്റിച്ചെടുക്കുക. ഉണ്ടോ, തക്കാളി ശരിക്കും സോസ് പോലെ ആയത് കണ്ടോ? ഇതിലിടുമ്പോൾ ഇനിയും സോസി ആവും. ഇപ്പോഴത്തെ തക്കാളിയെല്ലാം ഭയങ്കര ഹാർഡാണ്. നമ്മൾക്ക് ഈ നാടൻ തക്കാളി വാങ്ങണ മതിയില്ല കേട്ടോ. ഇത് കുറച്ചും കൂടി ബോൾ പോലത്തെ തക്കാളി, നല്ല റെഡ് കളറ്, സലാഡും അല്ല നാടനും അല്ലാത്തൊരു തക്കാളി നോക്കി വാങ്ങിയാൽ മതി. ഇതല്ലാണ്ട് പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഈ കറിയിൽ പുളി കൂടും. ഓക്കെ, ഇത് ഇനി എരിവ് പോരാന്നൊക്കെ തോന്നുകയാണ്, ഉപ്പ് പോരാന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് എരിവ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എരിവുണ്ട് ഉപ്പുണ്ട്. നിങ്ങളുണ്ടാക്കുമ്പോൾ പോരെങ്കിൽ ഈ സ്റ്റേജിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് പോയാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കാണാം. ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. 1.5 ഗ്ലാസ് അരിയിലേക്കുള്ള മെഷർമെൻറ്റും ഓയിലിൻ്റെ ഇതൊക്കെ ഞാൻ മുന്നേയുള്ള വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. കുറച്ച് നെയ്യും കുറച്ച് ഓയിലുമാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ സ്പൈസസും കൂടി ആ എണ്ണയിലിട്ടിട്ട് ആ എണ്ണയിൽ നിന്ന് പൊട്ടിക്കോട്ടെ ആ സ്പൈസ് ഇട്ടതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി. മീൻവായിൽ ഇതിങ്ങനെ വറ്റി വരുമ്പോഴല്ലേ ഇതൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ചിരട്ടക്കൈയിൻ്റെയൊക്കെ ഗുണം എന്താണെന്നറിയോ? കൈ ചൂടാവില്ല. കാണാൻ വലിയ സ്റ്റൈലൊന്നുമല്ല, പക്ഷേ ഇതിൽ സ്ക്രൂ ഒന്നുമില്ല. ഇത് ഇനിയിപ്പോൾ അഥവാ സ്ക്രൂ ഒക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ അറിയാണ്ട് കറിയിൽ വീണാൽ കാണാണ്ടാവും. അതുകൊണ്ട് ഇത് ശരിക്കും ഈ നാച്ചുറൽ പ്രോസസ്സിൽ കൂടെ കഴുങ്ങിൻ്റെ വടിയും ചിരട്ടയും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ഈ കുറച്ച് കൺട്രി സൈഡിലൊക്കെ വിമൻ അറ്റ് ഹോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇടയ്ക്കിതായി കൊടുക്കുക. ഓക്കെ, ഈ ഏലക്കായ് ബേസ്റ്റായി അതിൻ്റെ അകത്തുള്ള സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ വന്ന് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത്. ഉള്ളി ഒരിക്കലും നമുക്ക് കളറ് മാറാൻ പാടില്ല. ഉള്ളിയുടെ കളർ എപ്പോഴും ആ പെർഫെക്ഷനിൽ വേണം കേട്ടോ. റൈസ് വൈറ്റ് ആയിരിക്കണം. ഉള്ളിക്ക് കളർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്ലാസ്സിന് കുറച്ച് വെള്ളം കുറയ്ക്കുക, 1ന് 2 വേണ്ട. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും. ഈ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിഷസാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വേഗം ട്രൈ ചെയ്ത് നോക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. ഇതൊന്നും കൂടി വറ്റണം. ഈ വറ്റുന്ന സമയം മതി ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. എല്ലാം കൂടി ഒരു വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നല്ലോ. ഒരുപാട് ഉള്ളിയോ പച്ചമുളകോ ഒന്നും മുറിക്കാനൊന്നുമില്ല. 2-3 തക്കാളി വേണം, കുറച്ച് വെളുത്തുള്ളി, കരിവേപ്പില, അത്ര തന്നെ.
ആൻഡ് യു ഗെറ്റ് എ വെരി നൈസ് ഗ്രേവി. ഞാനിപ്പോൾ ഇതിൽ ഇന്ന് ഉപയോഗിച്ചത് ഈ ചിക്കൻ ചെറിയ ചിക്കനാണ്. ഇത് കാടയല്ല, സ്പ്രിങ് ചിക്കനാണ്. അതിന് പകരം സാധാരണ ചിക്കൻ ഉപയോഗിക്കുക, ബീഫ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മട്ടൺ ഉപയോഗിക്കുക. പക്ഷെ അതെല്ലാം അതിനനുസരിച്ച് പ്രഷർ കുക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. സിസ്റ്റമൊക്കെ സെയിം തന്നെ. ഇപ്പം ബീഫാണെങ്കിൽ 3-4 വിസിൽ ബീഫ് വേവുന്നവരെ, ബിക്കോസ് ഈ സോസിൽ കിടന്ന് വേവാനില്ല. അപ്പോൾ കുക്കറിന് കറക്റ്റ് വേവായതിൻ്റെ ശേഷം ഈ സോസിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സോസ് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ടുവേർഡ്സ് ദ എൻഡ്. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഇടാൻ പോവുകയാണ്. ഈ സമയത്താണ് ഞാൻ നെയ്യ് ഇട്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഇപ്പുറത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് അരി ഇടണം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിത് അലുമിനിയം ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രേവി ഇങ്ങനെ സോസ് ആവില്ല. ഇതിലായതുകൊണ്ടാണ് ഇത് ഇത്ര സോസ് ആയത്. നല്ലൊരു സോസി ടെക്സ്ചർ ഇല്ലേ ഇതിൽ, ടൊമാറ്റോൻ്റെ കാണുന്നില്ലല്ലോ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഒരു ഗ്ലാസ് റൈസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിന് സാധാരണ നിലക്ക് നമ്മൾ 2 ഇടൽ. ഇതിപ്പോൾ പ്രഷർ കുക്കർ ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ കുറച്ചു. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് കൂട്ടി വയ്ക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കൂട്ടാം. മീൻ വൈൽ ചിക്കൻ്റെ സോസ് ഇവിടെ ഓൾമോസ്റ്റ് തിക്കായി. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോയുടെ ഇതൊക്കെ ഒന്ന് ആ ചിക്കൻ്റെ അതിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇതിനിപ്പോൾ നെയ്ച്ചോറ് അല്ലെങ്കിലും എന്തെങ്കിലും സാധാരണ ഈ ബ്രെഡില്ലേ, ഇവിടെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷനാണ്. പിന്നെ നേരിയ പത്തിരി, ബ്രെഡ്, ഇതെല്ലാം ഈ കോഴിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. ഇത് നമുക്ക് കുറച്ച് ഗ്രേവി ഉണ്ടെങ്കിലല്ലേ, നെയ്ച്ചോറിൽ വേറെ കറിയൊന്നും ഇല്ലല്ലോ, അത് കാരണം ഓൾമോസ്റ്റ് ഇത് റെഡിയായി. മീൻ വൈൽ നമ്മളെ നെയ്ച്ചോറ് വെള്ളം തിളച്ച് വലുതായി. 1 മിനിറ്റ് പൂട്ടി വെച്ചാൽ പെട്ടെന്നാവും. ഇതിൽ ഇപ്പോൾ പ്രോൺ ആണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബീഫ് ഉപയോഗിക്കാം, ചിക്കൻ, മട്ടൺ, ഏത് മീറ്റ് ആണെങ്കിലും ഉപയോഗിക്കാം, എനി മീറ്റ്. ബട്ട് ദിസ് ഇസ് ദ പ്രോസസ് ആൻഡ് ദിസ് ഇസ് ദ സ്റ്റൈൽ. അപ്പോൾ നെയ്ച്ചോറും ചിക്കനും റെഡിയായി. ഇനി നമുക്കിത് വാഴൻ്റെ ഇലയിലിട്ടിട്ട് പൊതിയുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ പൊതിയലാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് മേക്കർ. അത് പൊതിഞ്ഞ് അതിൻ്റെ ആവിയില ഇലയെല്ലാം ഒന്ന് ഇലയുടെ ഫ്ലേവറൊക്കെ നെയ്ച്ചോറിലേക്ക് വരുന്നത് പൊതിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല ബനാന ലീഫ്, ഇത് നാക്കല എന്നാണ് പറയുക ഇതിന്. ഇലേൻ്റെ അറ്റത്തുള്ള ഭാഗമാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് ഈ ഒരു ഭാഗം ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും നമ്മളത് ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത്. ഈ ഇല ഒന്ന് സ്റ്റീം ചെയ്യുന്ന സമയത്തുള്ള ഗുണം എന്താണെന്നറിയോ, ഇത് നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കൂടെ പേപ്പറുമാതിരി ഇത് ഫോൾഡ് ആവും. മറ്റേത് ഭയങ്കര സ്റ്റിഫായിരിക്കും, ഇല പൊട്ടിപ്പോവും. അപ്പോൾ ഒന്നിങ്ങനെ ഇതേമാതിരി വാട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇല നല്ല ഫ്ലെക്സിബിളായിട്ട് കിട്ടും. ഈ ഇല ചൂടുണ്ടാവണം, നെയ്ച്ചോറ് ചൂടുണ്ടാവണം, ചിക്കനും ചൂടുണ്ടാവണം. 3ഉം ആ ചൂടുള്ള സമയത്താണ് പാക്ക് ചെയ്യേണ്ടത്. ഇനി അഥവാ ഉണ്ടാക്കി വെച്ച് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ചൂടാക്കണം, അല്ലാണ്ട് ഇലക്കൊരു എഫക്റ്റും ഇല്ല. ഇപ്പം എൻ്റെ ഇല നല്ല സോഫ്റ്റ് ടെക്സ്ചേർഡായി. ഇതുണ്ടോ, എങ്ങനെ വേണമെങ്കിലും എനിക്ക് റാപ്പ് ചെയ്യാം. ഈ ലെവലിൽ ഇല എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പേപ്പറിൽ വെച്ച് നെയ്ച്ചോറിട്ട് ചിക്കനിട്ട് റാപ്പ് ചെയ്തെടുക്കാം. അപ്പം ചോറെല്ലാം നല്ല പൊതിച്ചോറായി. ഇനി നമുക്കൊരു ട്രിപ്പ് തീവണ്ടി പോവാം. അപ്പോൾ നെക്സ്റ്റ് ട്രാവലിൻ്റെ കൂടെ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേമാതിരി ഫാമിലിക്കുള്ള എല്ലാവർക്കും ഓരോരോ പൊതി ഉണ്ടാക്കി വയ്ക്കുക. അത് കാറിൽ വെച്ച് പോകുന്ന സമയത്ത് കൊണ്ടുപോവുക. എന്നിട്ട് എല്ലാവരും ഒരു മരത്തിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഇരുന്നത് കഴിക്കുക. ആ എക്സ്പീരിയൻസ് എന്നോടും പകരുക. സോ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മക്കളുടെ അടുത്തേക്കൊക്കെ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തയക്കുക. ആ ഫീഡ്ബാക്ക് ഒന്ന് നോക്കുക, എത്രത്തോളം അവർക്ക് അത് ഇഷ്ടമായി എന്നുള്ളത്. സോ ഐ റിയലി ടെൽ യു, ഇറ്റ് ഈസ് റിയലി നൈസ്. ഇത് ഏത് കാലവും മക്കളോ നമ്മൾ ഓർമ്മയിലുണ്ടാവും അന്ന് തിന്ന പൊതിച്ചോറ്. So this is Abida Rashid signing off and see you in the next episode.